കൂട്ടുകറി സദ്യയിലെ പ്രധാനിയാണ്. എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം, അതും വടക്കൻ കേരള സ്റ്റൈലിൽ. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ഐക്കണും കൂടി ഓള് സെലക്ട് ചെയ്യാം. കറിക്ക് വേണ്ടി 200 ഗ്രാം നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. കൂടെ 200 ഗ്രാം ചേനയും എടുത്തിട്ടുണ്ട്. പച്ചക്കായയും ചേനയും തോല് കളഞ്ഞ് നന്നായി ക്ലീൻ ചെയ്ത് ചതുര കഷ്ണങ്ങളായി മുറിച്ചു വെച്ചിട്ടുണ്ട്. പച്ചക്കായ നമുക്ക് ഇതേപോലെ ഒരു സർക്കിളിൻ്റെ ക്വാർട്ടറായിട്ട് അങ്ങനെയും മുറിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ചതുര കഷ്ണങ്ങളായി മുറിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വേസ്റ്റേജ് വരും. ചേന അധികം വലുതല്ല, 1 സെന്റിമീറ്റർ വലുപ്പത്തിലുള്ള ചതുര കഷ്ണങ്ങളായി മുറിച്ചു വെച്ചിട്ടുണ്ട്. ചേനയുടെ വേവ് നമുക്ക് കുക്ക് ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ കേട്ടോ. വടക്കൻ കേരളത്തിലേക്ക് കൂട്ടുകറിക്ക് ചുമന്ന കടലയും വളരെ പ്രധാനമാണ്. അതും എടുത്തിട്ടുണ്ട്, ഒരു 150 ഗ്രാം. ഉപ്പ് ചേർത്ത് നന്നായി വേവിച്ചതിന് ശേഷമുള്ള അളവാണ് 150 ഗ്രാം പറഞ്ഞത്. കൂട്ടുകറിയുടെ ഈ ഒരു പ്രത്യേക സ്വാദിന് വളരെയധികം പങ്കുവയ്ക്കുന്ന 2 ഇൻഗ്രീഡിയൻസ് ഉണ്ട്: ജീരകവും തേങ്ങാക്കൊത്തും. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ കറി കുക്ക് ചെയ്യാൻ തുടങ്ങുന്നത് തന്നെ. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ സാധാരണ ഏത് വെജിറ്റബിൾ ഓയിൽ വേണേൽ ഉപയോഗിക്കാമെന്ന് പറയാറുണ്ട്, പക്ഷേ ഈ ഒരു കറിക്ക് വെളിച്ചെണ്ണ തന്നെ വേണം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ജീരകവും തേങ്ങാക്കൊത്തും ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. തേങ്ങാക്കൊത്ത് ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ആ സമയമാകുമ്പോഴേക്കും ജീരകവും പാകമായിക്കോളും. ഇതായപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കഷ്ണങ്ങൾ, പച്ചക്കായും ചേനയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ സമയത്ത് വേണമെങ്കിൽ തീ ഒന്ന് കുറച്ച് വെച്ചു കൊടുക്കാം. ചേനയ്ക്ക് നല്ല വേവുണ്ടെന്ന് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേന മാത്രം ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് പകുതി വേവാകുമ്പോൾ പച്ചക്കായ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ചുമന്ന മുളക് പൊടിയും 1 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ആ കഷ്ണങ്ങളിലൊക്കെ ഈ 3 പൊടികളും പിടിക്കുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഈ കറി മലബാറിലേക്ക് കുറച്ചൊരു ഡ്രൈ കറിയായിട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. ഞാനിപ്പം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പച്ചക്കറിയുടെ ലെവലിനനുസരിച്ച് മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷവും ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് വെജിറ്റബിൾസ് ഒക്കെ അതിൽ മുങ്ങി നിൽക്കത്തക്കവണ്ണം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിച്ച് കാണുമല്ലോ അല്ലേ, ഞാൻ ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം ഇപ്പം ചേർത്ത് കൊടുത്താൽ ചിലപ്പം ചേന കല്ലിച്ചു പോകും. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു പകുതി വേവായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്നു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക, അടിയിൽ പിടിച്ചു പോകാതിരിക്കാൻ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് തേങ്ങ അരപ്പ് തയ്യാറാക്കാം. ഞാൻ ഇവിടെ ആകെ എടുത്തിട്ടുള്ളത് ഒരു 1/4 കപ്പ് തേങ്ങയാണ്, ചിരവിയ തേങ്ങ. ഇത് നമുക്ക് നല്ല നൈസായിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. തേങ്ങയുടെ കൂടെ വേറെ ഒന്നും ചേർക്കുന്നില്ല. ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയപ്പോൾ ചേന ഒരു പകുതി വേവായിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ അളവ് നോക്കണ്ട, എൻ്റെ വീട്ടിലേക്ക് ഉപ്പ് കുറവാണ്. വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. ഇത് പെട്ടെന്നാവും, ഒരു 2 മിനിറ്റ്സിനുള്ളിലാവും. ഇതാ 2 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ ചേന വെന്തിട്ടുണ്ട്. അതിൻ്റെ ആ രൂപം അങ്ങോട്ട് പോയിട്ടില്ല. ഈ ഒരു പാകത്തിനാണ് നമുക്ക് കൂട്ടുകറിക്ക് വേണ്ടത്. ഈ സമയത്ത് നമുക്ക് അരച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കും. തേങ്ങ എടുത്ത അളവ് ഓർമ്മയുണ്ടല്ലോ അല്ലെ, 1/4 കപ്പാണ് നമ്മൾ എടുത്തത്. കാളനിലെ പോലെ തേങ്ങ അങ്ങ് ഒരുപാട് ചേർക്കണ്ട ഈ കറിക്ക്. നമുക്കൊരു ഡ്രൈ ആയിട്ടാണ്, കഷ്ണങ്ങൾക്കാണ് ഇതിൽ കൂടുതൽ പ്രാധാന്യം. കഷ്ണങ്ങളാണ് എടുത്ത് നിൽക്കേണ്ടത്. തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് തിളക്കട്ടെ. ഈ കറിക്ക് അരപ്പ് നന്നായി തിളക്കി തന്നെ വേണം. തേങ്ങയുടെ പച്ചമണം നന്നായിട്ട് മാറുകയും വേണം. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുഴുങ്ങിയ കടല
ഉപ്പ് ചേർത്ത് പുഴുങ്ങിയ കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടല ഒന്ന് ചൂടാകുകയേ വേണ്ടുള്ളൂ. ഇനി കടല ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മലബാറിലേക്ക് കൂട്ടുകറിക്ക് ഒരു ചെറിയ മധുരിപ്പും കൂടെ ഉണ്ടാവും. അതിനുവേണ്ടി നമ്മളിവിടെ 2 ടീസ്പൂൺ ശർക്കര പൊടിച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ മോൾഡഡ് ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ചീവി എടുത്തിട്ട് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് നേരത്തെ തേങ്ങ ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് ചേർത്ത് കൊടുക്കാം. ശർക്കരയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കാം. ഇനിയാണ് ഈ കറിയുടെ പ്രധാന ഭാഗം വരുന്നത്. ഇതിലേക്ക് തേങ്ങ വറുത്ത് കോരിയിടണം, താളിപ്പും ചേർക്കണം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 മുതൽ 3 ടീസ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ചേർക്കാം. പിന്നാലെ തന്നെ ഒരു 3-4 വറ്റൽമുളകും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ചേർത്ത് അധികം വൈകാതെ തന്നെ ഇതിലേക്ക് നമ്മൾ ചിരകി വെച്ച 1.5 കപ്പ് തേങ്ങ, നേരത്തെ നമ്മൾ അരപ്പിനെടുത്തത് 3/4 കപ്പ് തേങ്ങയായിരുന്നു, അതിൻ്റെ ഇരട്ടി 1.5 കപ്പ് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യണം. ഇതിൽ അരപ്പിനേക്കാളും പ്രാധാന്യം വറവലിനാണ്. ചേർത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇതിൽ ഇപ്പം 2 മുതൽ 3 ടീസ്പൂൺ വരെ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഈ തേങ്ങയിൽ നിന്നും കൂടെ വെളിച്ചെണ്ണ ഇറങ്ങാൻ തുടങ്ങും. അപ്പോൾ അത് പാകമാവും. തേങ്ങ നന്നായി ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കിത് വഴറ്റണം. കരിഞ്ഞു പോരുത് കേട്ടോ. ഒരു മൂപ്പിൽ കൂടിക്കഴിഞ്ഞാൽ, കരിഞ്ഞു പോയി എന്നുള്ള അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ തേങ്ങ ഒരു ചെറിയൊരു കയ്പ്പ് ഉള്ള പോലെ തോന്നും. ഇതിപ്പോൾ പാകമായിട്ടുണ്ട്. ഇപ്പം ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യാണ്. കൂടുതൽ കരിഞ്ഞു പോകാതിരിക്കാൻ ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാണ്. ഇനി ഇത് നേരെ നമ്മുടെ കറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. കറിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ, വറവലെത്തുന്ന വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ തേങ്ങ മാത്രം ആദ്യം വറുത്ത് കോരി എടുത്ത് മാറ്റിയിട്ട് പിന്നീട് താളിപ്പ് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്തേ ഉള്ളൂ. ടൈം കഴിയും തോറും ഇത് കുറച്ചുകൂടെ വെള്ളം വലിഞ്ഞ് കുറച്ചുകൂടി ഡ്രൈ ആവും. പിന്നെ കുറച്ചുകൂടി ഒന്ന് നിറം വരികയും ചെയ്യും, ഒരു ഡാർക്ക് ബ്രൗൺ നിറം വരികയും ചെയ്യും. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് തണിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നന്നായിരിക്കുക. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.